മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയും പോവുകയാണ്, യാത്ര പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അലീനയും കൃഷ്ണമോളും മാത്രം വരാന്തയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളുടെ കയ്യിൽ കുറച്ച് രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ അങ്കിളെ? എനിക്ക് വേണ്ട അങ്കിൾ, ഡാഡിയെ കാണാൻ, അച്ഛനെ കാണാൻ വന്നതല്ലേ എന്ന് പറയും. അച്ഛനെ കാണാൻ വന്നാണ്, മോൾക്കൊരു ജോഡി ഡ്രസ്സ് പോലും വാങ്ങാൻ പറ്റിയില്ലല്ലോ, ഇത് കയ്യിൽ വെച്ചോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ അത് വാങ്ങും. പിന്നെ അടുത്ത് ഇരിക്കുന്ന ഒരു കെട്ട് നോട്ട് അലീനയുടെ കൈ നേരെ നീട്ടും. അപ്പോൾ അലീന പറയും, എനിക്ക് വേണ്ട സാർ, എൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും. ഇതിരിക്കട്ടെ, നിനക്ക് ഞങ്ങൾ തരുന്നൊരു സമ്മാനമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഞങ്ങൾ ഹോം നേഴ്സായിട്ടോ ജോലിക്കാരിയായിട്ടല്ല കാണുന്നത്, ഞങ്ങളുടെ സ്വന്തമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിനക്ക് സന്തോഷത്തോടെ തരുന്നതാണ്, നീ ഇത് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അലീന കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ആ പൈസ വാങ്ങുന്നുണ്ട്. അതിനുശേഷം മാലതി അലീനനെയും കൃഷ്ണമോളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് യാത്ര പറയുന്നത്. പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വൈജയന്തി ഡൈനിൻ്റെ ടേബിളിൽ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്, വല്ലാത്ത നിരാശയോടും വിഷമത്തോടും നാണക്കേടും മക്കളുടെ മുഖത്ത് നോക്കാനൊന്നും പറ്റാണ്ട്. ആ സമയത്ത് ബബി വന്ന് ബബിത അമ്മയുടെ അടുത്തേക്ക് ചോദ്യം ചെയ്യാൻ വരുന്നു. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇത്രയും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അമ്മനോട് ഇപ്പോൾ സംസാരിക്കരുതെന്ന് പറയും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അമ്മനോട് ചോദിക്കണം. അമ്മേ എന്ന് ചോദിക്കും. എന്താന്ന് ചോദിക്കും. എനിക്കൊരു കാര്യം അറിയാനുണ്ട്, എന്താന്ന് ചോദിക്കും. അല്ല ഗംഗാധരൻ അങ്കിൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്തർത്ഥം? ഗംഗേട്ടൻ വെറുതെ ദേഷ്യം വന്നപ്പോൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞാണ്. അങ്ങനെ അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ്, ഒരിക്കലും ദേഷ്യം വരുമ്പോൾ അങ്ങനെ വിളിച്ച് പറയില്ല അതൊരാളെക്കുറിച്ച്. അപ്പോൾ അമ്മയ്ക്ക് പൂർവ്വകാല ചരിത്രമൊക്കെ ഉണ്ടല്ലേ, അമ്മ ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടല്ലേ, അമ്മയുടെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയും. നീ എന്താ എന്നെക്കുറിച്ച് വരിച്ചത്? അത് ഗംഗേട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞാണ്. ദേഷ്യം വരുമ്പോൾ ഒരാൾക്ക് പട്ടാളക്കാരനൊന്നും ഇല്ല, പോലീസുകാരൊന്നും ഇല്ല, പലതും വിളിച്ചു പറയുമെന്ന് പറയും. അതെനിക്ക് തോന്നിയില്ല ദേഷ്യം വന്നിട്ട് വിളിച്ചു പറഞ്ഞാണെന്നുള്ള കാര്യം എന്ന് പറയും. എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞ് വൈജയന്തി ചാടി തുള്ളി പോകും. അപ്പോൾ കൃഷ്ണമോള് നമ്മുടെ ബബിതനെ കുറ്റം പറയും. ചേച്ചിക്ക് ഇതൊക്കെ ഇപ്പോൾ ചോദിക്കാൻ വേണ്ട കാര്യം ഉണ്ടായിരുന്നു നോക്കി. ഞാൻ ചോദിക്കും, ഇനി ആയാലും ചോദിക്കും, അമ്മയാണോ ശരി അച്ഛനാണോ ശരി എന്ന് എനിക്കറിയണ്ടേ എന്ന് പറയും. അതിനുശേഷം മുത്തശ്ശിയുടെ മുറിയിൽ വന്നിങ്ങനെ നിൽക്കുന്നത് വൈജയന്തി ദേഷ്യത്തോടൊക്കെ ഇനി നിൽക്കുന്നത്. ഗംഗാധരൻ പോയോ എന്ന് ചോദിക്കും. ആ പോയി. എന്താ അവിടെ ഒച്ചയും കേട്ടത്? അത് ഞാൻ അവൾക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചു. ആർക്ക് എന്ന് ചോദിക്കും. അലീനയ്ക്ക്. കുറച്ച് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ദേഷ്യമാണെന്ന് പറയും. എൻ്റെ പൊന്നു മോളെ, നിനക്ക് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലേ, നീ എന്തിനടി ആ പാവത്തിനെ ഉപദ്രവിക്കണേന്ന് പറയും. എന്താ ഉണ്ടായേ എന്ന് പറയും. എന്നെ ഗംഗേട്ടൻ തല്ലി അമ്മയെന്ന് പറയും. ഗംഗാധരൻ നിന്നെ തല്ലണോ? അതിന് മാത്രം എന്താ അവിടെ ഉണ്ടായേന്ന് ചോദിക്കും. ബാലേന്ദ്രൻ കോണിമ്പല്ലടിച്ച് അലീനനെ മുകളിലേക്ക് വിളിപ്പിച്ചപ്പോൾ ആ ദേഷ്യത്തിന് ഞാൻ കയറി ചെന്ന് ബാലേന്ദ്രൻ എന്നെ മുറിയിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. അപ്പോൾ ബാലേന്ദ്രൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അലീനയ്ക്ക് ഇട്ടൊന്ന് കൊടുത്തു. അലീനയ്ക്ക് അനിലനെ ഞാൻ അടിച്ചത് ഗംഗേട്ടന് ഇഷ്ടപ്പെടാണ്ട് ഗംഗേട്ടൻ എന്നെ അടിച്ചു എന്ന് പറയും. അതുമാത്രമല്ല അമ്മേ, എൻ്റെ മക്കളെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പല ചരിത്രങ്ങളും ഗംഗേട്ടൻ വിളിച്ചു പറഞ്ഞു. ഇനി ബാലേന്ദ്രനെ മക്കളെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയേക്കണത്. അമ്മ പറയണം, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുതെന്ന്, എൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയണം. ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്നിനും ചെല്ലണില്ലല്ലോ എന്ന് പറയും. നീ നിൻ്റെ തല തിരിഞ്ഞത് കൊണ്ടല്ലേ, നിന്നോട് എത്രയോ പറഞ്ഞു ബാലേന്ദ്രനെ തൽക്കാലം അവൻ്റെ അസുഖം മാറുന്നത് വരെ അവന് റെസ്റ്റ് കൊടുക്കാൻ, നീ എന്താ അത് ചെയ്യാത്തതെന്ന് പറയും. അത് ഞാൻ ചെയ്യില്ല, അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, അവളെ ഞാൻ പറഞ്ഞയക്കും, ഉറപ്പായിട്ടും പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അവിടെ നിന്നും പോകും. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം അലീനനെ മക്കൾ 3 പേരും കൂടെ ചർച്ച ചെയ്യുന്നത്, അച്ഛൻ്റെ അമ്മരെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, അതിന് അലീന ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ബബിതയും രോഹിത്തും. അങ്ങനെ അലീനയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ കൊണ്ട് വിളിപ്പിക്കും ഹാളിലേക്ക്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറയും. എന്നിട്ട് പറയും, ഇവിടെ ആകെ ചേച്ചി ഇവിടെ ആകെ പ്രശ്നമാണ്, കണ്ടില്ലേ അച്ഛനും അമ്മയൊക്കെ വല്ലാത്ത പ്രശ്നത്തിലെന്ന് പറയും. ആ അത് ശരി, ഒന്നില്ലെങ്കിൽ അച്ഛൻ അവസാനിപ്പിക്കണം ഈ സമരം, അല്ലെങ്കിൽ അമ്മ അവസാനിപ്പിക്കണം ഈ സമരം, എന്നാലും ഇതൊക്കെ ശരിയാവുള്ളൂ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണമെന്ന് പറയും. എനിക്ക് ഇവിടുന്ന് പോകുന്നതിൽ ഒരു വിഷമമില്ല, ഞാൻ പൊന്നു മനസ്സോടെ നിൽക്കണം പോകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞ് സമ്മതം മേടിക്കുമെന്ന് പറയും. പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛൻ്റെ സമ്മതം, നിനക്ക് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയാൽ പോരേടി എന്ന് ചോദിച്ച് ചാടിത്തുള്ളി വരും രോഹിത്ത്. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരെ പല്ലിയിലാണ്, ഞാൻ അങ്ങനെ ഇറങ്ങത്തില്ലടാ, കാരണം എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവർ വിളിച്ചിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഈ വീട്ടിലേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് വന്നതല്ല ഞാൻ, എൻ്റെ അവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന്
കൊല്ലപ്പള്ളിയിലെ മനു ശങ്കറും അതുപോലെ തന്നെ ഇവിടുത്തെ ബാലേന്ദ്ര സാറും കൂടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ രണ്ടിൽ ഒരാൾ പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ലടാന്ന് പറയും. അത് പറയാൻ നിനക്ക് എന്താടി അധികാരം എന്ന് ചോദിക്കും. എനിക്കിവിടെ ഇപ്പോൾ തൽക്കാലം നിങ്ങളെക്കാളും അധികാരം ഉണ്ടടാ പറഞ്ഞു വരികയാണെങ്കിൽ. എന്തധികാരം എന്ന് ചോദിക്കും. അതിപ്പോൾ നിങ്ങൾ അറിയണ്ട എന്ന് പറയും. പിന്നെ നിങ്ങളുടെ അച്ഛനാണോ ശരി അമ്മയാണോ ശരി എന്ന് നിങ്ങളൊന്ന് ആദ്യം ആലോചിച്ച് നോക്ക്. ഞാൻ വന്നതിന് ശേഷം പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഇതിനു മുന്നേ നിങ്ങളുടെ അച്ഛനല്ലല്ലോ ഈ വീട് ഭരിച്ചത്, നിങ്ങളുടെ അമ്മേനെ ഭരിച്ചിരുന്നത്. എന്നിട്ട് അത് ശരിയായില്ല എന്ന് തോന്നിയത് കൊണ്ടല്ല അച്ഛനാ പറഞ്ഞേറ്റെടുത്തത്. അച്ഛൻ ഭരിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇത്ര പ്രശ്നം വന്നത്, എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ അമ്മനെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. അച്ഛനോട് ചെന്നുങ്ങായിട്ട് അലീനനെ പറഞ്ഞയക്കണമെന്ന് നിർബന്ധവും പറയും. അച്ഛൻ എന്ത് പറയണം അതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അലീന ദേഷ്യത്തോടെ ചാടിത്തുള്ളി പോകും. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ തീരുമാനിക്കുന്നു, അലീന ചേച്ചിന് ഇവിടുത്തെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അച്ഛനമ്മനെ പ്രശ്നം ഒഴിവാക്കാൻ അലീന ചേച്ചി പോയേ പറ്റൂ എന്നിങ്ങനെ കൃഷ്ണമോളും പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശേരി അടുത്തേക്ക് മുറിയിലേക്ക് ചെല്ലുന്നു നമ്മുടെ അലീന വിഷമത്തോടെ ചെന്ന് നിൽക്കും. അപ്പോൾ പറയും, ഞാനിവിടുന്ന് പോയാൽ എല്ലാ പ്രശ്നം അവസാനിക്കുമല്ലേ എന്ന് പറയുമ്പോൾ, ഒരു കുടുംബം രക്ഷപ്പെടണ്ടേ മോളെ, അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല. ഞാനിവിടുന്ന് പോയാൽ ബാലേന്ദ്ര സാർ ഉടനടി പോകുമെന്നാണ് പറയുന്നത്. എന്നോട് പറഞ്ഞേക്കണ എറണാകുളത്ത് എവിടെയെങ്കിലും ഫ്ലാറ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് 2 പേർക്കും താമസിക്കാം എന്ന് പറയുന്നത്. അത് ശരിയാണ് മോളെ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും എന്ന് ചോദിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ മുത്തശ്ശി, അദ്ദേഹം എനിക്ക് അച്ഛൻ്റെ സ്ഥാനമാണ്, അദ്ദേഹം എനിക്ക് തരുന്നത് മകളുടെ സ്ഥാനം. പിന്നെ എന്തിനാ ആൾക്കാരുടെ പുറത്ത് കയറിയെന്ന് ഞങ്ങളുടെ ബന്ധം വിളിച്ച് പറയണേന്ന് പറയും. എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹം എന്ന് പറയും. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ, ഈ കുടുംബം തകർന്നു പോകല്ലേ, നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്ന് നോക്കുമെന്ന് പറയും. ഞാനും ഇവിടുന്ന് പോകണം എന്നാണല്ലേ മുത്തശ്ശി പറയണേന്ന് പറയും. എന്ത് ചെയ്യാൻ മോളെ, ഒരു കുടുംബം നമ്മുടെ മുന്നിൽ നിന്ന് അനാഥയായി പോകണ കണ്ടുകൊണ്ട് പറഞ്ഞതെന്ന്, അല്ലാണ്ട് നീ ഇവിടുന്ന് പോകണം എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് പറയും. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഞാനിവിടുന്ന് പോയാലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോണില്ല മുത്തശ്ശി എന്ന് പറയും. അതെന്താ മോളെ എന്ന് ചോദിക്കും. അതിനൊരു കാരണമുണ്ട് മുത്തശ്ശി. കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ ഗംഗാധരൻ സാറ് കുട്ടികളുടെ മുന്നിൽ വെച്ച് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ആഗ്രയിലെ ചരിത്രങ്ങൾ അറിഞ്ഞാൽ നിൻ്റെ മക്കൾ തന്നെ നിന്നെ കൊണ്ട് കായലിൽ തള്ളുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയും. ആഗ്രയിൽ അങ്ങനത്തെ ചരിത്രം എന്ന് പറയാൻ, ആഗ്രയിൽ എന്ത് ചരിത്രം എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് പറയുന്നത്, അതെനിക്കറിയില്ല, പക്ഷേ ബാലേന്ദ്ര സാറിൻ്റെ മനസ്സിൽ മാഡത്തിനെ കുറിച്ച് എന്തോ ഒരു മോശമായ ഒരു അഭിപ്രായമുണ്ട്, എന്തോ ഒരു സംശയം തട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്ന് നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ച് ചാടി ഇങ്ങനെ അക്ഷമയോടെ ചോദിക്കുന്നു മുത്തശ്ശി. എന്നോട് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞില്ല, എന്തായാലും മാഡത്തിന് ആഗ്രയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടെന്ന്, മാഡത്തിന് ആഗ്രയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബാലേന്ദ്ര സാറിന് ഉറപ്പായിട്ടും അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മാഡത്തിനോട് കരുതിയിരുന്നോളാൻ പറയും എന്ന് പറഞ്ഞ് അലീനനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധനം വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അലീനെ. എന്നിട്ട് താഴത്തേക്ക് വരുമ്പോൾ അലീനനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അലീനയാണ് അലീനയുടെ സെക്രട്ടറി ആക്കി ശമ്പളം കൂട്ടി കൊടുക്കുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് പറയും. അപ്പോൾ അത് കേട്ടോടുകൂടി കൂടുതൽ ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ കമലേട്ടത്തിനെ വിളിക്കുന്നുണ്ട്. കമലേട്ടത്തിയോട് പറയുന്നുണ്ട് വൈജയന്തി, നോക്ക് ഏട്ടത്തി, അമ്മയുടെ സുഖവാസം ഇവിടെ നിർത്തുന്നത് ഞാൻ, അമ്മ ഉണ്ടെങ്കിലല്ലേ അവളോടെ ഉണ്ടാവുള്ളൂ, അമ്മ പോയാൽ പിന്നെ അവളോടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അമ്മനെ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ കൊണ്ടാക്കാൻ പോകുന്നു പറയും. അത് കേട്ടോടുകൂടി കമലയ്ക്ക് ഇടി വെട്ടേറ്റ പോലെയാവും. പിന്നീട് മക്കളെല്ലാവരും കൂടെ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈജയന്തിയും അലീനയും കൂടി വീണ്ടും ഏറ്റുമുട്ടുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാടി, ഞാൻ പോയിട്ട് വരുമ്പോൾ നിനക്കുള്ള പണിയും കൊണ്ടാണ് ഞാൻ വരുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാങ്കിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ബാങ്കിൽ ചെന്നിട്ടും സ്വസ്ഥതയില്ലാണ്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ തല ചായ്ച്ച് ഇങ്ങനെ ആകെ ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വീട്ടിലത്തെ കാര്യങ്ങളും മക്കൾ ചോദ്യം ചെയ്തതും മക്കളുടെ മുന്നിൽ വെച്ച് സഹോദരൻ അപമാനിച്ചതും ഭർത്താവും തള്ളിക്കളഞ്ഞതും ഏതൊരു സ്ത്രീനെ ഇങ്ങനെയൊക്കെ സഹിക്കാമെന്നും ചോദിക്കുന്നുണ്ട്. കാരണം ഭർത്താവും മക്കളും ആങ്ങളയും സ്വന്തക്കാരും എല്ലാവരും ബാലേന്ദ്രൻ്റെ ഒപ്പം, തൻ്റെ ഒപ്പം ആരും ഇല്ലയെന്നും പറഞ്ഞിങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന വൈജയന്തിയെയും പിന്നീട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.